ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജിപ്സി സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലുള്ള ശിവനസമുദ്രം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ബാരാചുക്കി, ഗഗനചുക്കി എന്നിങ്ങനെ അറിയപ്പെടുന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് ഈ സ്ഥലത്തെ പ്രസിദ്ധമാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ രണ്ടാമത്തേതും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ 16ാമത്തേതും സ്ഥാനമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ. കുടക് ജില്ലയിൽ തലക്കാവരിയിൽ നിന്നും ആരംഭിച്ച് ഹസൻ, മൈസൂർ, മാണ്ഡ്യ വഴി ഇവിടെ എത്തുന്ന ഈ നദി രണ്ടായി പിരിഞ്ഞ് ബാരാചുക്കി, ഗഗനചുക്കി എന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ടായി. അതിനുശേഷം വീണ്ടും അത് ഒന്നിച്ച് ഒഴുകുകയും ചെയ്യും. ഇതിൻ്റെ നടുവിൽപ്പെട്ട രൂപപ്പെട്ട ഈ ദ്വീപ് ശിവനസമുദ്രം എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇതൊരു ഹിസ്റ്ററിക്കൽ പ്ലേസും കൂടിയാണ്. ഹൊയ്സാല രാജവംശത്തിൻ്റെ പ്രതാപങ്ങൾ വിളിച്ചോതുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവരുടെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു പാലം, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു പാലമാണ്. ഇപ്പോൾ 3 ജനറേഷൻ്റെ പാലം നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ഒരു 19ാം നൂറ്റാണ്ട് കാലത്തിലുണ്ടാക്കിയിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ രാജവംശ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഏറ്റവും പുതുതായിട്ട് പണിത പാലമാണ്. അതുപോലെ തന്നെ ആ കാലത്തുണ്ടായിരുന്ന കുറേ ക്ഷേത്രങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഈ കാവേരി നദി രണ്ടായി തിരിഞ്ഞ് ഒഴുകിയിട്ടാണ് ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ നടുക്ക് രൂപപ്പെട്ട ദ്വീപാണ് ഈ ശിവനസമുദ്രം എന്ന് പറയുന്ന ഈ ചെറുപട്ടണം എന്ന് പറഞ്ഞാൽ. ഈ ശിവനസമുദ്രം എന്ന് പറയുന്ന ഈ ചെറുപട്ടണം മാണ്ഡ്യ ജില്ലയിലും ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും ചാമരാജനഗര എന്ന് പറയുന്ന ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ബാരാചുക്കി ഫാൾസിൻ്റെ എൻട്രൻസ്. ഇവിടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസും വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. കൂടുതൽ ആൾക്കാരും ഈ ഫാൾസ് കാണാനാണ് വരുന്നത്. ഗഗനചുക്കി ഫാൾസ് ോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10-25 കിലോമീറ്റർ വളച്ചു ചുറ്റി പോകണം. ആക്ച്വലി ഈ രണ്ട് ഫാൾസ് അടുത്തടുത്താണെന്നുണ്ടെങ്കിലും അതിനെ ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റി വളഞ്ഞ് മറുകരയ്ക്ക് പോകണം. എന്നാലേ ആ ഫാൾസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് നമുക്ക് ഈ ശിവനസമുദ്രത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സമയം. കാരണം ഏറ്റവും നല്ല വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നത് ആ സമയത്താണ്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. എന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ ഈ ഒരു കാലയളവിൽ, അതായത് ജൂലൈക്ക് ഒക്ടോബറിനിടയിൽ ഒരു പ്രാവശ്യം ഞാനവിടെ പോയിട്ട് ഞാനിതിൻ്റെ ഒരു യഥാർത്ഥ വീഡിയോ, ഇനി മറ്റൊരു വീഡിയോ റെഡിയാക്കുന്നുണ്ട് എന്തായാലും. അങ്ങനെ നമ്മൾ ബാരാചുക്കി ഫാൾസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു കുറച്ച് ദൂരമുള്ളൂ, 200 മീറ്റർ നടക്കാനുള്ളൂ ഫാൾസ് കാണാനായിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴേക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട്. വേണേൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് നമുക്ക് അതിൻ്റെ കീഴെ വരെ ഇറങ്ങി പോകാനുള്ള ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ ഹോട്ടൽസ് ഒന്നുമില്ല, ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏഷ്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കൂടിയാണ് ഈ ശിവനസമുദ്രം.
ഈ നമ്മളിപ്പോൾ കാണുന്ന ബാരാചുക്കി ഫാൾസിൻ്റെ മുകളിലായിട്ട് ഒരു ഡാം കെട്ടിയുണ്ടാക്കി അത് അവിടുന്ന് വെള്ളം ഒരു കനാൽ വഴി പാസ് ചെയ്ത് ബാരാചുക്കി ഫാൾസിൻ്റെ തൊട്ടപ്പുറം ഒരു വലിയ കുഴലിൽ കൂടെ കൊണ്ട് ചാടിച്ച് പവർ ഹൗസിൻ്റെ അകത്ത് എത്തിച്ച് ആണ് ഈ സംഭവം എടുക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും അവിടെ. 1902 ഇത് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. ഈ കാണുന്നതാണ് ബാരാചുക്കി ഫാൾസ്. മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇച്ചിരി വെള്ളച്ചാട്ടത്തിന് ഫോഴ്സ് കുറവുണ്ട്, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മഴക്കാലത്ത് വന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോയും കൂടെ പിടിക്കുന്നതായിരിക്കും. ഹൊയ്സാല രാജവംശകാലത്ത് പണിത പാലം എന്ന് പറഞ്ഞില്ല, അത് ഇതാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് നോക്കി, എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറേ ഭാഗങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ അതിപ്പം റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അത് നിലനിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബാരാചുക്കി ഫാൾസ് കണ്ടു. ഇനി നമുക്ക് ഗഗനചുക്കി ഫാൾസിലോട്ട് പോവാം. പോകുന്ന വഴിക്കുള്ള രണ്ട് സൈഡും വിവിധ തരത്തിലുള്ള കൃഷികളും കൊണ്ട് കാണാൻ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഭംഗിയാണ് കാണാൻ. ഈ കാണുന്നത് കാവേരി നദിക്ക് കുറുകെയുള്ള ഒരു പഴയ പാലമാണ്. എനിക്ക് തോന്നുന്നു കാവേരി നദിക്ക് കുറുകെയുള്ള പാലങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പാലം കൂടിയാണെന്ന് തോന്നുന്നു ഇത്. ഒരുപാട് ദൂരമുണ്ട് ഇത്. കഷ്ടിച്ച് 2 വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള സ്ഥലമേ ഈ പാലത്തിനുള്ളൂ. ഈ കാണുന്നതാണ് ഗഗനചുക്കി ഫാൾസിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇവിടുന്ന് നമ്മളൊരു 10-300 മീറ്റർ നടക്കാനുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോകും.
ഈ കാണുന്നതാണ് ബാരാചുക്കി ഫാൾസ്. അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. നമുക്ക് ആ പവർ സ്റ്റേഷനും അതുപോലെ അങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കുന്ന ആ കുഴലും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സൈനിങ് ഓഫ് അനിൽ.